അങ്ങനെ ഭീമസേനനെ തേടിപ്പോയി യുധിഷ്ഠിരൻ കണ്ടത് ഭീമസേനൻ നഹുഷൻ എന്ന പെരുമ്പാമ്പിന്റെ വായിലകപ്പെടുന്നതും തുടർന്ന് യുധിഷ്ഠിരനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ പെരുമ്പാമ്പ് യുധിഷ്ഠിരന്റെ ഉത്തരങ്ങളിൽ തൃപ്തനായിട്ട് മറുപടി പറയുന്നിടം വരെയാണ്. അതായത് പെരുമ്പാമ്പ് മറുപടി പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, എന്നെ ശപിച്ച അഗസ്ത്യൻ എനിക്ക് ശാപമോക്ഷവും നൽകിയിരുന്നു. നീയുമായി സംവദിക്കുന്നതിനിടയാകുമ്പോൾ എനിക്കെൻ്റെ പൂർവ്വസ്ഥാനം ലഭിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. ഞാൻ ശാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നീ ഭീമനെയും കൂട്ടി മടങ്ങിപ്പോയിക്കൊള്ളുക. പെരുമ്പാമ്പ് തേജസ്വിയായ നഹുഷനായി രൂപം പ്രാപിച്ചു. അദ്ദേഹം വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. യുധിഷ്ഠിരൻ ഭീമനോടും കൂട്ടി ആശ്രമത്തിലേക്ക് മടങ്ങി. ഉത്കണ്ഠയോടെ കാത്തിരുന്ന പാഞ്ചാലിയോടും സഹോദരന്മാരോടും ഭീമനെ പെരുമ്പാമ്പ് പിടിച്ച വൃത്താന്തമെല്ലാം പറഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു അത്യാഹിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. ഈശ്വരന്റെ കാരുണ്യത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ആ കാലയളവിൽ പാണ്ഡവന്മാർ യമുനാ പർവ്വതത്തിൽ നിന്ന് വീണ്ടും ബദരി ആശ്രമത്തിലെത്തി. അപ്പോൾ കഠിനമായ ഉഷ്ണം കൊണ്ട് എരിപൊരി കൊള്ളിക്കുന്ന ഗ്രീഷ്മകാലമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വർഷകാലം ആരംഭിച്ചു. തോരാത്ത മഴ കൊണ്ട് എല്ലായിടത്തും വെള്ളം നിറഞ്ഞു. പുറത്തിറങ്ങി നടക്കുവാൻ തന്നെ കഴിയുമായിരുന്നില്ല. കാട്ടുചോലകൾ തിങ്ങി നിറഞ്ഞൊഴുകി. ക്രമേണ മഴയുടെ കാഠിന്യം കുറഞ്ഞു. ശരത്കാലത്തിന്റെ ആരംഭമായി. മഴയിൽ കുളിച്ച് തളിർത്ത വൃക്ഷങ്ങളും ലതകളും പുഷ്ടമായി വളരുവാൻ തുടങ്ങി. എങ്ങും ചൈതന്യം തത്തിക്കളിച്ചു. ഈ അവസരത്തിൽ പാണ്ഡവന്മാർ കാമിക വനത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ സ്വർഗത്തിലെത്തിച്ചേർന്ന പ്രതീതിയാണ് അവർക്കുണ്ടായത്. അവിടെ താമസിച്ചിരുന്ന മുനിമാരും ബ്രാഹ്മണരും പാണ്ഡവരെ സഹർഷം സ്വാഗതം ചെയ്തു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു. അർജുനനെ കൂടെ കണ്ടപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പാണ്ഡവന്മാർ അവരുടെ തീർത്ഥാടനത്തിന്റെ വിശദ വിവരങ്ങൾ എല്ലാവരോടും പറഞ്ഞു. അർജുനൻ തന്റെ ദേവലോക യാത്രയെപ്പറ്റിയും എല്ലാവരെയും പറഞ്ഞു കേൾപ്പിച്ചു. പാണ്ഡവന്മാർ തീർത്ഥയാത്ര കഴിഞ്ഞ് അർജുനനോടുകൂടി കാമികവനത്തിലെത്തിയ വിവരം ശ്രീകൃഷ്ണ ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം സത്യഭാമയോടും കൂടി ഒരു ദിവസം കാമികവനത്തിലെത്തി. തേരിൽ നിന്നിറങ്ങിയ ഉടൻ പാണ്ഡവന്മാരും മുനികളും ഭഗവാനെ ഭക്തിപരാവാശ്യത്തോടും ആമോദത്തോടും കൂടി വന്ദിച്ചു. അന്യോന്യം ആചാര ഉപചാരങ്ങൾ ചെയ്ത ശേഷം പാണ്ഡവന്മാർ അവരുടെ വൃത്താന്തങ്ങളെയെല്ലാം കൃഷ്ണനോട് പറഞ്ഞു. സത്യഭാമയും പാഞ്ചാലിയും കൂടി കുശല പ്രശ്നങ്ങളും മറ്റും പറഞ്ഞ് സന്തോഷത്തോടെ സമയം കഴിച്ചു കൂട്ടി. അവരുടെയൊക്കെ സംസാരം ധാർത്തരാഷ്ട്രന്മാരെ പറ്റിയായിരുന്നു. എല്ലാവരും ദുര്യോധനാദികളുടെ രോക്ഷം പ്രകടിപ്പിച്ചു. അർജുനൻ വിവിധ അസ്ത്രങ്ങൾ സമ്പാദിച്ചിരുന്നതുകൊണ്ട് ഉടൻ തന്നെ കൗരവരോട് ഏറ്റുമുട്ടണമെന്നുള്ള അഭിപ്രായ പ്രയോഗതി സംഭാഷണങ്ങളിൽ ഉയർന്നു വന്നു. എന്നാൽ വനവാസവും അജ്ഞാതവാസവും ചെയ്യുവാൻ പ്രതിജ്ഞാബദ്ധനായ ധർമ്മപുത്രൻ സത്യലംഘനം ചെയ്യുന്നതിന് തയ്യാറായില്ല. പ്രജ്ഞാഭംഗം അധർമ്മമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം. അതുകൊണ്ട് എല്ലാവരും അജ്ഞാതവാസം കഴിയുന്നതുവരെ ക്ഷമിച്ചിരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. ഇപ്രകാരം പലതും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാതാപസ്വിയും ചിരഞ്ജീവിയുമായ മാർക്കണ്ഡേയ മഹർഷി അവിടെ എത്തി. അവിചാരിതമായുള്ള മഹർഷിയുടെ ആഗമനം എല്ലാവർക്കും ആനന്ദസന്ധായകരമായിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് നാരദമുനിയും അവിടെ വന്നു ചേർന്നു. യുധിഷ്ഠിരൻ മുനിമാരെ യഥായോഗ്യം വന്ദിച്ചു. എന്നിട്ട് പൂജിക്കുകയും ചെയ്തു. മാർക്കണ്ഡേയ മഹർഷി മഹാപ്രളയം ദർശിച്ച ആളാണ്. പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് കൽപ്പാന്തകാലം വരെ യശസ്വിയായും പുണ്യവാനായും ജനനരയില്ലാത്തവനായും ഇരിക്കുന്നതിനുള്ള വരപ്രസാദം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹം യോഗസിദ്ധനായി എന്നും പ്രപഞ്ചത്തിൽ ചുറ്റി നടക്കുമെന്നാണ് പൗരാണിക മതം. യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ധർമ്മത്തിന്റെ വിവിധ സ്വഭാവത്തെപ്പറ്റിയും ധർമ്മരഹസ്യത്തെപ്പറ്റിയും വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ ഉൾപ്പെടെ അസംഖ്യം തപസ്വികളും ജ്ഞാനികളും നിറഞ്ഞ സദസ്സിൽ വെച്ച് മഹർഷി ധർമ്മത്തിന്റെ വിവിധ വശങ്ങളും അത് ആചരിക്കേണ്ടതിന്റെ ആവശ്യകതയും പറ്റി സവിസ്തരം പ്രതിപാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ധർമ്മമാണ് എല്ലാറ്റിലും വെച്ച് വലുത്. ധർമ്മഭ്രംശത്തിനേക്കാൾ ആപത്ത് മറ്റൊന്നുമില്ല. ധർമ്മം തെറ്റാതെ ജീവിക്കുകയാണ് ബുദ്ധിപൂർവമായ പ്രവൃത്തി. ഇങ്ങനെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു. മഹർഷി എന്നിട്ട് പല രാജകഥകളും പറഞ്ഞ് പാണ്ഡവന്മാരെ ധർമ്മത്തിന്റെ വിവിധ സ്വഭാവങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അതേ തുടർന്ന് സ്ത്രീധർമ്മത്തിന്റെ സ്വഭാവത്തെയും മാഹാത്മ്യത്തെയും പറ്റി പറയണമെന്ന് യുധിഷ്ഠിരൻ മഹർഷിയോട് ആവശ്യപ്പെട്ടു. മഹർഷി പറഞ്ഞു, പാതിവ്രതമാണ് സ്ത്രീധർമ്മത്തിന്റെ മുഖ്യമായ വശം.
സ്വഭർത്താവിനെ ഈശ്വരനായി കരുതി ഉപാസിച്ചും സേവിച്ചും കഴിയുന്ന ഗൃഹിണി തപസ്വിനിയാണ്. അങ്ങനെയുള്ളവൾക്ക് എല്ലാവിധ സിദ്ധികളും ലഭിക്കും. അതിനുദാഹരണമായി ഒരു കഥ പറയാം. ഒരിക്കൽ മഹാതാപസ്വിയായ ഒരു ബ്രഹ്മചാരി കാട്ടിലൊരു വൃക്ഷത്തണലിലിരുന്ന് വേദോദ്ധ്യാനം ചെയ്യുകയായിരുന്നു. തത്സമയം ഏതാനും വലാകപക്ഷികൾ മരക്കൊമ്പിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു. അതിലൊരു പക്ഷിയുടെ കാഷ്ടം ബ്രഹ്മചാരിയുടെ ശിരസിൽ വീണു. അദ്ദേഹം ക്രുദ്ധനായ ക്രോധാവേശത്തോടെ പക്ഷിയെ നോക്കി. പക്ഷി ക്രോധാഗ്നിയിൽ ദഹിച്ച് താഴെ വീണു. മധ്യാഹ്നത്തോടെ ബ്രഹ്മചാരി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയി. സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ യാചിച്ചു. വീടിനകത്തുണ്ടായിരുന്ന സ്ത്രീ ബ്രാഹ്മണന്റെ ശബ്ദം കേട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, "അല്പം ക്ഷമിക്കണേ, ഞാൻ ഉടനെ വന്ന് ഭിക്ഷ തരാം." ബ്രഹ്മചാരി പുറത്ത് കാത്തു നിന്നു. അകത്തിരുന്ന സ്ത്രീ യാത്ര ചെയ്ത് ക്ഷീണിതനായതിനാൽ അവരുടെ ഭർത്താവിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഭിക്ഷയുമായി പുറത്തു വന്നു. ബ്രഹ്മചാരി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സമയം കഴിഞ്ഞാണ് സ്ത്രീ പുറത്തേക്ക് വന്നത്. തന്മൂലം ബ്രഹ്മചാരി കോപിഷ്ഠനായി നിൽക്കുകയായിരുന്നു. ബ്രഹ്മചാരിയുടെ ക്രുദ്ധമായ മുഖം കണ്ടപ്പോൾ സ്ത്രീക്ക് ചിരിയാണുണ്ടായത്. അവൾ പറഞ്ഞു, "അങ്ങ് എന്തിനാണ് കോപിക്കുന്നത്? അങ്ങ് തപസ്വിയായ ബ്രാഹ്മണനല്ലേ? ക്രോധമോഹങ്ങൾ വിട്ടവരാണ് താപസന്മാർ. ഞങ്ങൾ പതിവ്രതകളാണ്. പാതിവൃത്യം അനുഷ്ഠിക്കുകയാണ് ഞങ്ങളുടെ തപസ്. ഭർത്താവ് സാക്ഷാൽ ഈശ്വരനാണ്. ഭർത്തൃ ശുശ്രൂഷയിൽ കവിഞ്ഞ ഒരു ധർമ്മവും ഞങ്ങൾ അനുഷ്ഠിക്കില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന സമയത്താണ് അങ്ങ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പം താമസിച്ചു പോയത്. അല്പമായ അനിഷ്ടം കൊണ്ട് അങ്ങ് ഇത്രയും കോപിക്കുന്നുവെങ്കിൽ ധർമ്മത്തിന്റെ തത്വം അങ്ങ് ഗ്രഹിച്ചിട്ടില്ലെന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മം തെറ്റിച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങയുടെ ക്രോധാഗ്നിയിൽ വരാഹപക്ഷി ദഹിച്ചതുപോലെ ഞാൻ ദഹിക്കുകയില്ല. അറിഞ്ഞാലും." ബ്രാഹ്മണൻ ഇത് കേട്ടപ്പോൾ ആശ്ചര്യപരതന്ത്രനായി. വരാഹപക്ഷി ദഹിച്ച വിവരം ഇവൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചിന്താഗതി മനസ്സിലാക്കിയ സ്ത്രീ പറഞ്ഞു, "അങ്ങ് വലാകപക്ഷിയെ ദഹിപ്പിച്ചത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് അത്ഭുതപ്പെടുന്നു അല്ലേ? ഇതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. എന്റെ ധർമ്മനിഷ്ഠ കൊണ്ട് ഞാനത് മനസ്സിലാക്കി. ധർമ്മനിഷ്ഠ കൊണ്ട് സാധിക്കാത്ത സിദ്ധികളൊന്നുമില്ലല്ലോ. എനിക്ക് ധർമ്മത്തിന്റെ മഹിമ വളരെയൊന്നും അറിഞ്ഞുകൂടാ. മിഥില രാജ്യത്ത് ധർമ്മവ്യാജന എന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ കൂടുതൽ അറിയുവാൻ കഴിയും." ഭിക്ഷ നൽകിയിട്ട് ഗൃഹനായിക അകത്തേക്ക് കയറിപ്പോയി. ബ്രാഹ്മണൻ ഭിക്ഷയും വാങ്ങി വീടിന് പുറത്തു വന്നു. സ്ത്രീയുടെ ഓരോ വാക്കും അദ്ദേഹത്തിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് വിവശമായി. താൻ ധർമ്മത്തിന്റെ മഹിമ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ധർമ്മത്തെപ്പറ്റി കൂടുതലായി അറിയണമെന്ന് ആഗ്രഹിച്ചു. സ്ത്രീ നിർദ്ദേശിച്ചതനുസരിച്ച് മിഥിലയിൽ പോയി ധർമാധ്യാപിനെ കാണുവാൻ തീരുമാനിച്ചു. ബ്രാഹ്മണൻ മിഥിലാപുരിയിലെത്തി. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ പട്ടണമായിരുന്നു അത്. അദ്ദേഹം ധർമ്മവ്യാധനയെ തിരക്കി ആളുകൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അദ്ദേഹം ഒരു മാംസവിക്രയശാലയുടെ മുന്നിലെത്തി. അവിടെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ മാംസം മുറിച്ചു വിൽക്കുന്നുണ്ടായിരുന്നു. ധാരാളം ജനങ്ങൾ മാംസം വാങ്ങുന്നതിന് ആ കടയുടെ മുന്നിൽ തിങ്ങി നിൽപ്പുണ്ടായിരുന്നു. ധർമ്മവ്യാധൻ ആരാണെന്ന് ബ്രാഹ്മണൻ അവരോട് അന്വേഷിച്ചു. അവർ കടയ്ക്കുള്ളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കടയുടെ മധ്യത്തിലായി ആചാനബാഹുവായ ഒരു മനുഷ്യൻ വ്യാപാരത്തിന്റെ നേതൃത്വം വഹിച്ച് തന്റെ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുകയും മാംസം ലഭിച്ചവരിൽ നിന്ന് പണം വാങ്ങുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ധർമ്മവ്യാധനെന്ന് ബ്രാഹ്മണന് മനസ്സിലായി. എന്നാൽ അയാളുടെ ഭീമാകൃതി, മാംസം കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തിയും കണ്ടപ്പോൾ ബ്രാഹ്മണന് അയാളോട് വെറുപ്പാണ് തോന്നിയത്. മടങ്ങിപ്പോയാലോ എന്ന് ആലോചിച്ചു. എങ്കിലും അയാളെ അന്വേഷിച്ച് വളരെ ദൂരം താണ്ടി വന്നതുകൊണ്ട് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് തന്നെ ബ്രാഹ്മണൻ അവസാനം തീരുമാനിച്ചു. അയാളുടെ വ്യാപാരത്തിന്റെ തിരക്ക് കഴിയുന്നതുവരെ കാത്തിരിക്കാമെന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ ആളൊഴിഞ്ഞൊരു മൂലയിൽ ഒതുങ്ങി നിറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരുമൊന്നും പറയാതെ തന്നെ ധർമ്മവ്യാധൻ കച്ചവടത്തിന്റെ ബഹളത്തിൽ നിന്നോടി ബ്രാഹ്മണന്റെ അടുത്തെത്തി. അദ്ദേഹത്തെ വന്ദിച്ചിട്ട് പറഞ്ഞു, "അങ്ങയെ കുറച്ചു സമയത്തെങ്കിലും കാത്തു നിൽക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ജോലി തിരക്കുണ്ടായിരുന്നതുകൊണ്ടാണ് അല്പം താമസിച്ചത്. ഒരു സ്ത്രീ പറഞ്ഞിട്ടാണ് അങ്ങ് എന്നെ കാണുവാൻ വന്നതെന്ന് എനിക്കറിയാം. വന്നാട്ടെ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം." ഇതുകൂടി കേട്ടപ്പോൾ ബ്രാഹ്മണന്റെ ആശ്ചര്യം ഗതഗൂണീഭവിച്ചു. സ്ത്രീ പറഞ്ഞ വിവരം ഇയാൾ അറിഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണൻ അയാളോട് തോന്നിയ വെറുപ്പെല്ലാം മാറി. അയാളെപ്പറ്റി ഉള്ളും ബഹുമാനവും തോന്നി. വ്യാപാര കാര്യമെല്ലാം തൻ്റെ ഒരു സഹായിയെ ഏൽപ്പിച്ചിട്ട് ധർമ്മവ്യാധൻ ബ്രാഹ്മണനെയും കൂട്ടി വീട്ടിലെത്തി. വേണ്ട വിധത്തിൽ അതിഥിപൂജ നടത്തി ബ്രാഹ്മണനെ ഉത്തമമായ ആസനത്തിൽ ഉപവിഷ്ടനാക്കി. ധർമ്മത്തിന്റെ സ്വരൂപത്തെപ്പറ്റി വിശദമായി അറിയുന്നതിനാണ് താൻ വന്നതെന്ന് ബ്രാഹ്മണൻ ധർമ്മവ്യാധനെ അറിയിച്ചു.
താൻ പണ്ഡിതനല്ലെന്നും ധർമ്മത്തെപ്പറ്റി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിവുള്ളൂവെന്നും ധർമ്മവ്യാധൻ ആദ്യം പറഞ്ഞെങ്കിലും ബ്രാഹ്മണന്റെ ചോദ്യങ്ങൾക്കെല്ലാം പണ്ഡിതോചിതമായ മറുപടി നൽകി ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തി. വർണ്ണങ്ങൾ, ആശ്രമങ്ങൾ, ജനന മരണങ്ങൾ, കർമ്മഗതി വിശേഷങ്ങൾ, പുനർജന്മ സ്വഭാവം, സ്വർഗനരകങ്ങൾ, സത്യം, അഹിംസ, ധർമാർത്ഥ, കാമമോക്ഷങ്ങൾ തുടങ്ങിയ അനവധി കാര്യങ്ങളെപ്പറ്റി ധർമ്മവ്യാധൻ ബ്രാഹ്മണന് ഉപദേശം നൽകുകയും ബ്രാഹ്മണൻ തൃപ്തനാവുകയും ചെയ്തു. വ്യാധൻ അവസാനമായി പറഞ്ഞു, എൻ്റെ അച്ഛനും മുത്തച്ഛനും ചെയ്തു വന്ന കുലത്തൊഴിൽ ഇതാണ്. ഞാനും ആ കുലത്തൊഴിൽ തുടരുന്നു. മറ്റുള്ളവർക്കൊന്ന പന്നി, മാൻ മുതലായവ ഞാൻ വിൽക്കുകയാണ്. കൊല്ലുന്നത് ഞാനല്ല. ഞാൻ മാംസം തിന്നാറില്ല. നിത്യവും പകൽ മുഴുവൻ ഉപവസിക്കുന്നു. രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. മനുഷ്യർ സ്ഥിരമായി ചിത്തത്തെയാണ് വിചാരിക്കുന്നത്. ദുസ്വഭാവിയായ മനുഷ്യനും സൽസ്വഭാവിയായി തീരാം. കൊലപാതകിയും കൂടി ധാർമ്മികനായി വരും. ധർമ്മത്തിന്റെ വിവിധ രൂപങ്ങളെയും സ്വഭാവങ്ങളെയും പറ്റി ദീർഘമായി വ്യാധൻ പ്രതിപാദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മചാരി പറഞ്ഞു, ഹേ വ്യാധ, ധർമ്മത്തെപ്പറ്റി ഭവാൻ അറിയുവാൻ പാടില്ലാത്തത് ഒന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ വ്യാധൻ ചിരിച്ചു. അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ദ്വിജശ്രേഷ്ഠ, എനിക്ക് ധർമ്മം പ്രത്യക്ഷമാണ്. അങ്ങ് വീട്ടിനുള്ളിലേക്ക് കടന്ന് പൂജ്യരായ എൻ്റെ മാതാപിതാക്കളെ കണ്ടാലും അപ്പോൾ അങ്ങേക്ക് മനസ്സിലാകും എന്നൊക്കെ എപ്രകാരമാണ് ഈ സിദ്ധി ലഭിച്ചതെന്ന്. അവർ രണ്ടുപേരും കൂടി വീട്ടിനകത്തേക്ക് കടന്നു. വീടൊരു ദേവാലയം പോലെ പരിശുദ്ധമായിട്ടാണ് സുരക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവർ ഒരു മുറിയിൽ പ്രവേശിച്ചു. ശയ്യകളും മറ്റുപകരണങ്ങളും അതിൽ വെടിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു. ദിവ്യമായ പരിമളം ആ മുറിയിൽ ഒട്ടാകെ പരന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗത്തായി വ്യാധൻ്റെ അച്ഛനും അമ്മയും പീഠങ്ങളിൽ ഇരിക്കുന്നതായിരുന്നു അവൻ കണ്ടത്. വ്യാധൻ അവരുടെ പാദങ്ങൾ നമസ്കരിച്ചു. ബ്രാഹ്മണനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ ബ്രാഹ്മണനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്തു. വ്യാധൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, എൻ്റെ ദൈവം എൻ്റെ അച്ഛനമ്മമാരായ ഇവരാണ്. ഇവരുടെ ഇഷ്ടം അറിഞ്ഞല്ലാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഇവർക്ക് വേണ്ടിയാണ് ഞാനും എൻ്റെ ഭാര്യയും പുത്രന്മാരും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവരെ ഞാൻ പൂജിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുന്നു. ലൗകിക സുഖാനുഭവങ്ങൾ ആഗ്രഹമുള്ള മനുഷ്യന് അച്ഛൻ, അമ്മ, അഗ്നി, ആത്മാവ്, ആചാര്യൻ എന്നിങ്ങനെ 5 ഗുരുക്കന്മാരാണുള്ളത്. ഇവരെ പ്രീതിപ്പെടുത്തേണ്ടത് ഗ്രസ്താശ്രമിയാണ് ശാശ്വത ധർമ്മമായപ്പെടുന്നു. ബ്രാഹ്മണൻ ആ വന്യ വയോധികരെ നമസ്കരിച്ചു. ഇപ്രകാരം ധർമ്മിഷ്ഠനായ പുത്രനെ ലഭിച്ച അവർ ഭാഗ്യശാലികളാണെന്ന് പറഞ്ഞു. വേദധ്യാനം കൊണ്ടും തപസ്സുകൊണ്ടും തനിക്ക് ലഭിച്ചിട്ടുള്ള അറിവിനേക്കാൾ കൂടുതലായി ധർമ്മവ്യാധനയിൽ നിന്ന് അറിവാൻ കഴിഞ്ഞ സന്തോഷത്തോടെ വ്യാധനോട് യാത്ര പറഞ്ഞ് ബ്രാഹ്മണൻ മടങ്ങിപ്പോയി. യുധിഷ്ഠിര, സ്ത്രീയുടെ ധർമ്മം പതിയെ ഈശ്വരനെ പോലെ കരുതി ശുശ്രൂഷിക്കുകയാണ്. അതേപോലെ മാതാപിതാക്കന്മാരെ ഈശ്വരനെ പോലെ കരുതി ശുശ്രൂഷിക്കുകയാണ് പുത്രധർമ്മം. അപ്രകാരം ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള സിദ്ധികളും ഐശ്വര്യവും ഉണ്ടാവും. അവർക്ക് മോക്ഷവും ലഭിക്കും. മാർക്കണ്ഡേയ മഹർഷി ദാനത്തിന്റെ മാഹാത്മ്യത്തെയും സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ദാനം ചെയ്യുന്നവർക്ക് പുണ്യം ലഭിക്കും. എന്നാൽ അന്യായമായി സമ്പാദിച്ച മുതൽ ദാനം ചെയ്യുന്നവർക്ക് പുണ്യം ലഭിക്കുകയില്ല. ഏറ്റവും ശ്രേഷ്ഠമായത് അന്നദാനമാകുന്നു. ദാനം ചെയ്യുന്നത് ഒരുത്തനായിട്ട് മാത്രമായിരിക്കണം. പലർക്കും കൂടി ഒന്നിനെ ഒരിക്കലും ദാനം ചെയ്യരുത്. ദാനം ചെയ്യുന്നവർ ഒരിക്കലും അതേപ്പറ്റി ആത്മപ്രശംസ ചെയ്യരുത്. ദാനം ചെയ്തു കഴിഞ്ഞിട്ട് അതേപ്പറ്റി ഓർത്ത് ഒരിക്കലും ഈർഷ്യ പ്രകടിപ്പിക്കരുത്. ദാനത്തെപ്പറ്റി ഒരിക്കലും മിഥ്യാവചനങ്ങൾ പറയരുത്. കീർത്തിക്ക് വേണ്ടിയോ ധനത്തിനു വേണ്ടിയോ സുഖമാഗ്രഹിച്ചോ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദാനം കൊണ്ട് സ്വന്തം ഭാവം നശിക്കുന്നുവെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ മറ്റൊന്നും പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെയുള്ള ദാനമാണ് ചെയ്യുക എന്നറിയുക. ദാനമാഹാത്മ്യത്തെ പ്രകീർത്തിപ്പിക്കുന്ന പല കഥകളും മഹർഷി പറയുകയുണ്ടായി. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥകളും പ്രഭാഷണങ്ങളും പാണ്ഡവന്മാരെയും ശ്രീകൃഷ്ണനെയും മറ്റും വളരെയേറെ രസിപ്പിച്ചു. ശ്രീകൃഷ്ണൻ സത്യഭാമയോടും കൂടി ദ്വാരകയിലേക്ക് മടങ്ങി. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ദ്രൗപദിയെ പ്രത്യേകമായി ആശീർവദിച്ചു. അവളുടെ പുത്രന്മാരെയെല്ലാം ദ്വാരകയിൽ സസുഖം വാഴുന്ന കാര്യവും അവരെ സ്വന്തം പുത്രന്മാരെ പോലെ സുഭദ്ര സംരക്ഷിക്കുന്ന വിവരവും മറ്റും അറിയിക്കുകയും ചെയ്തു. പാഞ്ചാലിയുടെ കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് പഴയതുപോലെ ജീവിക്കുവാൻ ഇടയാകുമെന്ന് ഭഗവാൻ അവളെ അനുഗ്രഹിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അദ്ദേഹം യാത്രയായി. നല്ല നല്ല കഥകൾ പറഞ്ഞും തത്വോപദേശം നടത്തിയും പാണ്ഡവന്മാരെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത മാർക്കണ്ഡേയ മഹർഷിയും അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. അങ്ങനെയിരിക്കെ പാണ്ഡവന്മാർ കാമിക വനത്തിലെ താമസം അവസാനിപ്പിച്ച് വീണ്ടും ദൈത്യവനത്തിലെത്തി. അവിടെ ജനവാസമില്ലാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് പർണശാല കെട്ടി താമസമാക്കി. അവിടെ നിന്നും നോക്കിയാൽ ചുറ്റുപാടുമുള്ള മനോഹരമായ കാടുകളും പർവ്വതങ്ങളും നദികളും കാണാമായിരുന്നു.
യുധിഷ്ഠിരാദികൾ അവിടെ എത്തിയ വിവരമറിഞ്ഞ് ധാരാളം തപസ്വികളും ബ്രാഹ്മണരും തീർത്ഥാടകരും പാണ്ഡവന്മാരെ കാണുവാൻ വന്നുകൊണ്ടേയിരുന്നു. അവരെയെല്ലാം യുധിഷ്ഠിരൻ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്തു. അവർ ചില ദിവസങ്ങളിൽ അവിടെ താമസിക്കുകയും ചെയ്തു. ഇപ്രകാരം പാണ്ഡവന്മാരുടെ സങ്കേതത്തിൽ ഏതാനും ദിവസം താമസിച്ച ഒരു ബ്രാഹ്മണൻ അവിടെ നിന്ന് ഹസ്തിനപുരിയിലെ ധൃതരാഷ്ട്രരെ സന്ദർശിച്ചു. അദ്ദേഹത്തോട് താൻ പാണ്ഡവന്മാരെ കണ്ടതും അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളും മറ്റും സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രരുടെ മനസ്സ് കാരുണ്യം കൊണ്ടലിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് പശ്ചാത്താപത്താൽ വിവശനായി. എന്നാൽ രാജ്യവും ധനവുമെല്ലാം ഉപേക്ഷിച്ച് അനാഥരായി അവശരായി വനത്തിൽ കഴിച്ചുകൂട്ടുന്ന പാണ്ഡവന്മാരെ ബ്രാഹ്മണരും തപസ്വികളും ബഹുമാനിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അസൂയാകുലക്ഷിതമായി. അർജുനനുടലോടെ സ്വർഗത്തേക്ക് പോയി പരമേശ്വരനോടും ദേവന്മാരോടും വിശിഷ്ടവും ദിവ്യവുമായ ആയുധങ്ങൾ നേടി മടങ്ങിയെത്തിയതിൽ അദ്ദേഹം ഭയവിഹുലനായി. സ്വർഗത്തിൽ പോയവർ ഭൂമിയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കാറില്ല. അതിന് വിപരീതമായി അർജുനൻ മടങ്ങി വന്നത് കൗരവന്മാരോടുള്ള പകപോക്കുന്നതിനായിരിക്കുമെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം ഭയം കൊണ്ട് വിറച്ചു. വൃഗോധരന് സുയോധനാദികളോടുള്ള വൈര്യം എത്രമാത്രമാണെന്ന് ചിന്തിച്ചപ്പോൾ ഭീമന്റെ അസാമാന്യമായ ശക്തിയോർത്ത് ധൃതരാഷ്ട്രൻ നടുങ്ങി. സത്യധർമ്മത്തെ ആദരിച്ചു മാത്രം തുടങ്ങിയിരിക്കുന്ന പാണ്ഡവന്മാർ സമയമാകുമ്പോൾ അവരുടെ ശക്തി പ്രകടിപ്പിക്കും. അപ്പോൾ കുലം കുത്തി ഒഴുകുന്ന നദീപ്രവാഹത്തിൽ വൃക്ഷങ്ങൾ കടപുഴുകി ഒഴുകുന്നത് പോലെ കൗരവന്മാർ ഒഴുകിപ്പോകാതിരിക്കുകയില്ല. ആ സന്ദർഭത്തിൽ കൗരവരുടെ തുണയ്ക്ക് ആരുമുണ്ടായിരിക്കുകയില്ല. ഇപ്രകാരമെല്ലാം ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിക്കുവാൻ തുടങ്ങി. ദുര്യോധനന്റെ മാതുലനായ ശകുനി ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദുഷ്ടപ്രവർത്തികൾ ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ശകുനി. അയാൾ നേരെ ദുര്യോധനനെ സമീപിച്ചു. കർണനും അപ്പോൾ സുയോധനനോടൊപ്പം ഉണ്ടായിരുന്നു. ധൃതരാഷ്ട്രരും ദ്വൈതവനത്തിൽ നിന്ന് വന്ന ബ്രാഹ്മണനുമായി ഉണ്ടായ സംഭാഷണങ്ങളെല്ലാം ദുര്യോധനന് വിഷാദം തോന്നി. അതെല്ലാം തന്നെ ശകുനി ദുര്യോധനെ അറിയിക്കുകയും ചെയ്തു. കർണൻ പറഞ്ഞു, എന്തിനാണ് വിഷാദിക്കുന്നത്? അങ്ങയേക്കാൾ ശക്തനായ ഏതെങ്കിലും രാജാവുണ്ടോ? സകല രാജാക്കന്മാരും ഭവാന് കപ്പം തരുന്നില്ലേ? എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും അങ്ങയ്ക്കുന്നില്ലേ? അങ്ങയുടെ ഇപ്പോഴുള്ള പ്രഭാവവും പ്രൗഢിയും അഗതികളായ പാണ്ഡവന്മാർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ശത്രുവിന്റെ ദുഃഖം നേരിൽ കാണുന്നത് ഒരു പ്രത്യേക സുഖമാണ്. വൽക്കാലം ചുറ്റി ദുഃഖിച്ചു കഴിഞ്ഞാടുന്ന ദ്രൗപദിയെ പട്ടുടയാടയാർത്തി പരിസരിക്കുന്ന കൗരവപത്നിമാർ നേരിൽ കാണട്ടെ. അപ്പോൾ പാഞ്ചാലിയുടെ ദുഃഖം വർദ്ധിക്കും. അത് കാണുവാൻ എന്തൊരു രസമാണ്. നിരാധരായി നിസ്തേജസ്സരായി കാണുന്ന ഭീമനും അർജുനനുമൊക്കെ അങ്ങയുടെ ഐശ്വര്യവും പ്രൗഢിയും കാണുമ്പോൾ നാണിച്ച് മഞ്ഞളിക്കും. അങ്ങയുടെ മുഖത്ത് നോക്കുവാനുള്ള ധൈര്യം പോലും അവർക്കുണ്ടാവുകയില്ല. ദരിദ്രരായ അവരെ കാണുമ്പോൾ അങ്ങേക്കുണ്ടാവുന്ന മനോസുഖം അതിരറ്റതായിരിക്കും. അതുകൊണ്ട് പരിവാര സമേതനായി അങ്ങ് ദ്വൈതവനത്തിലേക്ക് പുറപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബലേബേഷ് ബലേബേഷ് എന്ന് പറഞ്ഞ് ശകുനി കർണന്റെ അഭിപ്രായം ശരിവെച്ചു. കർണൻ പറഞ്ഞതെല്ലാം കേൾക്കുവാൻ ഇമ്പമുള്ളതായിരുന്നതുകൊണ്ട് ദുര്യോധനൻ സന്തോഷിച്ചു. എന്നാൽ അത് നടക്കുന്ന കാര്യമല്ലെന്നോർത്ത് മ്ലാനവദനായി. സുയോധനൻ പറഞ്ഞു, കർണ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. എനിക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. തോലും മരവരിയും ചുറ്റി ധർമ്മപുല്ലിൽ കിടന്നുറങ്ങുന്ന പാണ്ഡവന്മാരെയും കാഷായ വസ്ത്രം ചുറ്റി ദീനയായി നടക്കുന്ന ദ്രൗപദിയെയും കാണുന്നതിനേക്കാൾ ആനന്ദകരമായ കാഴ്ച വേറെന്താണുള്ളത്? പക്ഷേ ദ്വൈതവനത്തിലേക്ക് പോകുവാൻ അച്ഛൻ അനുവാദം തരികയില്ല. പാണ്ഡവന്മാർ തപോബലം കൊണ്ട് നമ്മേക്കാൾ മേലെയാണെന്നായെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. കർണൻ മറുപടി പറഞ്ഞു, അത് സാരമില്ല. അദ്ദേഹത്തിന്റെ അനുവാദം ലഭിക്കുന്നതിന് ഞാനൊരു ഉപായം കണ്ടുപിടിക്കാം. നീ വിഷമിക്കേണ്ട. നാളെ രാവിലെ നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പോൾ എല്ലാം ശരിയാകും. അടുത്ത ദിവസം കാലത്ത് ശകുനിയും കർണനും ദുര്യോധനനും കൂടി ധൃതരാഷ്ട്രന്റെ സമീപത്തെത്തി. കുശല പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണൻ മുൻകൂട്ടി ഏർപ്പാട് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് സമങ്കൻ എന്ന പശുപാലൻ രാജാവിന്റെ മുന്നിലെത്തി. അവൻ പശുക്കളുടെ വൃത്താന്തമെല്ലാം രാജാവിനെ അറിയിച്ചു. ഉടൻ കർണൻ ദുര്യോധനനെയും ശകുനിയെയും കണ്ണിറുക്കി കാണിച്ചു. എന്നിട്ട് പറയുകയും ചെയ്തു, മഹാരാജാവേ, വനപ്രദേശങ്ങളിൽ നമുക്ക് ധാരാളം കോശങ്ങൾ, അതായത് ഗോശാലകൾ ഉണ്ടല്ലോ. അതൊക്കെ പരിശോധിക്കുകയും പശുക്കുട്ടികൾക്ക് മുദ്ര വയ്ക്കുകയും ചെയ്തിട്ട് വളരെ കാലമായി. ആകയാൽ അതിലേക്കായി അങ്ങയുടെ പുത്രനെ വനത്തിലേക്ക് അയച്ചാലും അക്കൂട്ടത്തിൽ വേട്ടയാടുകയും ചെയ്യാം. ധൃതരാഷ്ട്രർ അല്പസമയം ആലോചിച്ചിരുന്നു. അതിനുശേഷം പറഞ്ഞു, നായാട്ടും ഗോക്കളെ പരിശോധിക്കുന്നതും നല്ലതു തന്നെ. എന്നാൽ പാണ്ഡവന്മാർ അവിടെ എവിടെയോ താമസിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ആ നിലയ്ക്ക് നിങ്ങൾ അവിടെ പോകുന്നത് ശരിയല്ല. ഗർഭ കൊണ്ട് നിങ്ങൾ വല്ല തെറ്റും ചെയ്തെന്ന് വരാം. അപ്പോൾ പാണ്ഡവന്മാർക്ക് നിങ്ങളോടുള്ള അമർഷം വർദ്ധിക്കും. ധർമ്മപുത്രൻ ക്ഷമയുള്ളവനാണെങ്കിലും ഭീമൻ അങ്ങനെയല്ല.
അവൻ നിങ്ങളോട് പക വീട്ടുന്നതിനും തക്കം നോക്കിയിരിക്കുന്ന ഒരാളാണ്. അർജുനൻ ദേവലോകത്ത് പോയി ദിവ്യമായ അസ്ത്രങ്ങൾ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടത്രേ. അവനും ഭീമസേനും കൂടിയാൽ നിങ്ങളെ മഹാമയൻ ഭീഷ്മർക്ക് പോലും രക്ഷിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ വലിയ സൈന്യബലത്തോടു കൂടി പോയാൽ വനവാസം ചെയ്യുന്ന പാണ്ഡവരെ ആക്രമിക്കുവാൻ പോയെന്ന് ജനങ്ങൾ ആരോപിക്കും. അതുകൊണ്ട് പശുക്കളെ കണ്ട് പരിശോധിക്കുന്നതിന് വിശ്വസ്തരായ ആൾക്കാരെ അയച്ചാൽ മതി. ശകുനി ഇത് കേട്ട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞങ്ങൾ പാണ്ഡവന്മാർ താമസിക്കുന്ന പ്രദേശത്ത് പോകാതെ മറ്റ് സ്ഥലങ്ങളിൽ തങ്ങി ഗോക്കളെ പരിശോധിക്കുകയും വേട്ടയാടുകയും ചെയ്തു കൊള്ളാം. യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്, സത്യം പാലിക്കുന്നവനാണ്. ഭീമനും അർജുനനും അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കുന്നവരാണ്. ആ നിലയ്ക്ക് അവരാരും ധർമ്മപുത്രന്റെ അഭിപ്രായത്തിന് വിപരീതമായി ഞങ്ങളോട് ഏറ്റുമുട്ടുവാൻ ഒരുമ്പിടുകയില്ല. ധൃതരാഷ്ട്രർ തികച്ചും വൈമനസ്സത്തോടെ ഘോഷയാത്ര നടത്തുന്നതിനുള്ള അനുമതി ദുര്യോധനാദികൾക്ക് നൽകി. രാജാക്കന്മാർ ഘോഷയാത്ര പോകുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. അതവരുടെ പ്രതാപം മറ്റുള്ളവരെ കാണിക്കുന്നതിനു കൂടിയായിരുന്നു. പട്ടണങ്ങളിൽ കൂടിയും ജനങ്ങൾ തങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ കൂടിയുമാണ് അപ്രകാരമുള്ള ഘോഷയാത്ര പോകുന്നത്. ദുര്യോധനൻ പ്രധാനമായിട്ടും കാട്ടിലേക്കാണ് ഘോഷയാത്ര പോകുവാൻ തയ്യാറായത്. നിസ്സഹായരായി അനാഡംബരമായി കഴിയുന്ന പാണ്ഡവന്മാരെ തങ്ങളുടെ ഐശ്വര്യവും അധികാര പ്രമദതയും കാണിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ദുര്യോധന പ്രവൃത്തികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. രാജാവിന്റെ അനുമതി ലഭിച്ച ഉടൻ തന്നെ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദുര്യോധനനും കർണനും ശകുനിയും കൂടാതെ ദുര്യോധനന്റെ എല്ലാ സഹോദരന്മാരും അവരവരുടെ പത്നിമാരോടും കൂടി നിരവധി അന്തഃപുര സ്ത്രീകളോടും കൂടി ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ തയ്യാറായി. അസംഖ്യം ആനകളും കുതിരകളും തേരും സജ്ജീകരിച്ചു. ആയുധധാരികളായ സേനാനായകന്മാരും സൈന്യങ്ങളും മന്ത്രിമാരും സാമന്തന്മാരും പൗരജനങ്ങളും ഘോഷയാത്രയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു. ഇതെല്ലാം കൂടി ആയപ്പോൾ അതൊരു വമ്പിച്ച ഘോഷയാത്രയ്ക്ക് വേണ്ടതല്ല പോലെയായി. ആകാശം മുഴങ്ങുന്ന വാദ്യഘോഷങ്ങളോടും ആർപ്പ് വിളികളോടും കൂടി ഘോഷയാത്ര തുടങ്ങി. പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും കടന്ന് ഘോഷയാത്ര കാട്ടിലേക്ക് നീങ്ങി. ഗോക്കളെ പരിശോധിക്കണമെന്നും നായാട്ട് നടത്തണമെന്നും മറ്റും ധൃതരാഷ്ട്രനോട് പറഞ്ഞെങ്കിലും യഥാർത്ഥ ഉദ്ദേശം അതല്ലായിരുന്നുവല്ലോ. ആകയാൽ ഘോഷയാത്ര നേരെ ദ്വൈതവനത്തിലേക്ക് ലക്ഷ്യം വെച്ചാണ് പോയത്. അവർ ദ്വൈതവനത്തിന്റെ പ്രാന്തങ്ങളിലെത്തി താവളം ഉറപ്പിച്ചു. വിജനവും നിശബ്ദവുമായിരുന്ന കാട് മുഴുവൻ ജനബഹുലവും കോലാഹലപൂരിതവുമായി. അവർ നാമമാത്രമായി പശുക്കളെ പരിശോധിക്കുകയും കിടാങ്ങളെ മുദ്രവയ്ക്കുകയും ചെയ്തു. ഗോപാലകന്മാർക്ക് ധാരാളം സമ്മാനം നൽകി അവരെ സന്തോഷിപ്പിച്ചു. വേട്ടയാടുകയും ചെയ്തു. 3-4 ദിവസം അപ്രകാരം കഴിച്ചുകൂട്ടി. പാണ്ഡവന്മാർ ആരും തന്നെ കൗരവരുടെ താവളത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. ദ്വൈതവനത്തിൽ മനോഹരമായൊരു പൊയ്കയുണ്ടായിരുന്നു. അതിലിറങ്ങി ജലക്രീഡ നടത്തുന്നതിന് കൗരവന്മാർ തീരുമാനിച്ചു. അപ്പോഴാണ് ഏതാനും ഗന്ധർവന്മാർ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ദുര്യോധനൻ അറിഞ്ഞത്. കൗരവന്മാർ തങ്ങളുടെ പത്നിമാരോടും അന്തഃപുര സ്ത്രീകളോടും കൂടി ജലക്രീഡ നടത്തുവാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് പൊയ്കയുടെ കരയ്ക്ക് നിന്ന് ഗന്ധർവന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് അവരെ അറിയിക്കുവാനായി ദുര്യോധനൻ മന്ത്രിമാരെ അറിയിച്ചു. അവർ ഏതാനും ഭടന്മാരോടും കൂടി പൊയ്കയിലേക്ക് തിരിച്ചു. അവരെ ഗന്ധർവന്മാർ വഴിയിൽ തടഞ്ഞു നിർത്തി. ദുര്യോധനന്റെ ആജ്ഞ കേട്ടപ്പോൾ ഗന്ധർവന്മാർ മന്ത്രിമാരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആജ്ഞ പുറപ്പെടുപ്പിച്ച ആ ദുര്യോധനൻ ഒരു മരം മണ്ടനാണ്. നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ തിരിച്ചു പോവുക, ഇല്ലെങ്കിൽ നിങ്ങളെ യമപുരിയിലേക്ക് അയക്കും ഞങ്ങൾ. അവിടെ നിന്നാൽ പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ മന്ത്രിമാരും ഭടന്മാരും ദുര്യോധനനെ സമീപിച്ച് വിവരം അറിയിച്ചു. ദുര്യോധനൻ കോപം കൊണ്ട് അലറി, എന്ത്, അവർ പോവുകയില്ലെന്നോ? ഗന്ധർവന്മാരല്ല, ദേവന്മാർ തന്നെ ഇന്ദ്രനോട് കൂടി വന്നാലും ഒരൊറ്റ എണ്ണത്തെയും വിടരുത്. ഇത് ദുര്യോധനന്റെ കൽപ്പനയാണ്. മന്ത്രിമാരും സേനാനായകന്മാരും ഭടന്മാരെ മുഴുവൻ സജ്ജീകരിച്ച് ഗന്ധർവന്മാരോട് യുദ്ധത്തിന് തയ്യാറായി. സമരവാദ്യങ്ങളാലും ആയുധ ശബ്ദങ്ങളാലും ഭടന്മാരുടെ അട്ടഹാസങ്ങളാലും അന്തരീക്ഷം മുഖരിതമായി. മഹാരഥൻ അംഗരാജൻ വൈകർത്തനൻ കർണൻ, മഹാരഥനായിട്ടുള്ള ശകുനി, ദുര്യോധനൻ ദുശാസനൻ എന്നിവർ മുന്നണിയിൽ നിന്നു. അവരവിടെ നിന്ന് ഘോരമായി യുദ്ധം ആരംഭിച്ചു. 2 പക്ഷത്തെയും ധാരാളം പേർ മരിച്ചു. കൗരവന്മാർ നിരാശരാകാതെ പോരാടി. അവർ ജയിക്കുമെന്നുള്ള നില വന്നു. തങ്ങൾക്ക് ക്ഷീണം ഏർപ്പെടുന്നുവെന്ന് തോന്നിയ ഗന്ധർവന്മാരിൽ ചിലർ ഓടിപ്പോയി അവരുടെ രാജാവായ ചിത്രസേനനെ വിവരമറിയിച്ചു. ചിത്രസേനൻ കൂടുതൽ ഗന്ധർവന്മാരോടും കൂടി സമരാങ്കണത്തിലെത്തി. അവന്റെ മായാസ്ത്ര പ്രയോഗത്തിന് മുന്നിൽ കൗരവന്മാർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ചിത്രസേനൻ മോഹാനാസ്ത്രം എയ്ത് എല്ലാവരെയും മോഹിപ്പിച്ചു. മോഹലസ്യം വിട്ട് കൗരവർ എഴുന്നേറ്റപ്പോൾ ഗന്ധർവന്മാർ അവരെ 100 കണക്കിന് കൊന്നൊടുക്കിയിരുന്നു. തങ്ങളുടെ ആൾക്കാർ ചത്തുവീഴുന്നത് കണ്ട് കൗരവപ്പട പരിഭ്രമിച്ചു.
അവർ ഛിന്ന ഭിന്നരായി നാലുപാടും ഓടി ഒളിച്ചു. തൻ്റെ അഭ്യാസം മുഴുവൻ പ്രയോഗിച്ച കർണൻ പോലും ഗന്ധർവന്മാരോട് എതിരിടാൻ ശക്തനല്ലാതെ പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിപ്പോയി. ചിത്രസേനൻ ദുര്യോധനന്റെ രഥം തകർത്തു, കുതിരകളെ കൊന്നു, അവനെയും അനുജന്മാരെയും ബന്ധിച്ചു. അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സഹോദരന്മാരെയും അവരുടെ സ്ത്രീകളെയും എല്ലാം തടവുകാരാക്കി. പടക്കളത്തിൽ നിന്ന് ഓടിപ്പോയ കൗരവ മന്ത്രിമാർ നേരെ പാണ്ഡവന്മാരുടെ അടുത്തേക്കാണ് പോയത്. തങ്ങൾക്ക് ഗന്ധർവന്മാരിൽ നിന്നുണ്ടായ പരാജയവും ദുര്യോധനെയും മറ്റും ബന്ധനസ്ഥരാക്കിയ വിവരവും അവർ പാണ്ഡവന്മാരെ അറിയിച്ചു. ദുര്യോധനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോൾ മഹാരഥനായിട്ടുള്ള ഭീമസേനൻ പൊട്ടിച്ചിരിച്ചു. അവൻ പറഞ്ഞു, വളരെ നന്നായി. ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഗന്ധർവന്മാർ ചെയ്തിരിക്കുന്നു. ആ ശക്തന്മാരെ ദ്രോഹിക്കുന്നവർക്ക് മറ്റാരെങ്കിലും തക്ക ശിക്ഷ കൊടുക്കുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പ്രതാപം കാണിച്ച് ഞങ്ങളെ പരിഹരിക്കാനല്ലേ ദുര്യോധനൻ ഇവിടെ വന്നത്? അവന്റെ ദുഷ്ടവിചാരത്തിന്റെ ഫലമായിട്ട് അവൻ തന്നെ നാശത്തിൽ കുടുങ്ങി. അധർമ്മം ചെയ്യുന്നവന്റെ അനുഭവം ഇപ്രകാരമാണ്. ധർമ്മപുത്രൻ ഇത് കേട്ട് ഭീമനോട് കയർത്തു. അദ്ദേഹം പറഞ്ഞു, ഭീമ, നിർത്ത്. ഇത് കോപിക്കേണ്ട സന്ദർഭമല്ല. ബന്ധുക്കൾ തമ്മിൽ പിണങ്ങും, കലഹിക്കും. എന്നാലും കുലധർമ്മം ഒരിക്കലും വിസ്മരിക്കരുത്. ദുര്യോധനനെ ഗന്ധർവന്മാർ ബന്ധിക്കുകയും കൗരവ സ്ത്രീകളെ അവർ തടവുകാരാക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ കുലത്തോടുള്ള ആക്രമണമായി കരുതണം. തന്നെയുമല്ല, ശത്രുവാണെങ്കിൽ പോലും ശരണാഗതന്മാരെ ഉപേക്ഷിക്കുന്നത് രാജധർമ്മമല്ല. ദുര്യോധനന്റെ ആൾക്കാരെ നമ്മെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീയും അർജുനനും മാധുരയന്മാരും കൂടി പോയി ദുര്യോധനനെ ബന്ധന വിമുക്തനാക്കണം. നിവൃത്തിയുള്ളിടത്തോളം യുദ്ധം ചെയ്യാതെ കാര്യം നേടുവാൻ ശ്രമിക്കുക. ആവശ്യമാണെങ്കിൽ യുദ്ധം ചെയ്യാനും മടിക്കണ്ട. ഒട്ടും അമാന്തിക്കരുത്. ജ്യേഷ്ഠന്റെ കൽപ്പന കേട്ടപ്പോൾ പാണ്ഡവ സഹോദരന്മാർ 4 പേരും ക്ഷണനേരം കൊണ്ട് പോർച്ചട്ടയണിഞ്ഞ് ആയുധം ധരിച്ച് ദുര്യോധനന്റെ മന്ത്രിമാരോടും കൂടി അവർ കൊണ്ടുവന്നിരുന്ന തേരിൽ തന്നെ കയറി ഗന്ധർവന്മാരുടെ അടുക്കിലേക്ക് കുതിച്ചു. തടവിലാക്കിയവരെ കൊണ്ട് ഗന്ധർവ ലോകത്തേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ പാണ്ഡവന്മാർ ഗന്ധർവന്മാരെ തടഞ്ഞു. തൻ്റെ സഹോദരന്മാരെയും മറ്റും വിട്ടയക്കണമെന്ന് അർജുനൻ ചിത്രസേനോട് ആവശ്യപ്പെട്ടു. അയാൾ അതിന് വഴങ്ങിയില്ല. യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ കൗരവരെ മോചിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വെച്ച് പാണ്ഡവന്മാർക്കത് ബോധ്യമാവുകയും ചെയ്തു. അവർ യുദ്ധം ആരംഭിച്ചു. ക്രമേണ അത് ഭയാനകവും കഠിനവുമായി തീർന്നു. അർജുനൻ തൻ്റെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ചിത്രസേനൻ മായായുദ്ധം നടത്തി. പാണ്ഡവന്മാരെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല. അർജുനന്റെ തീക്ഷ്ണങ്ങളായ ബാണങ്ങളുടെ മുന്നിൽ ചിത്രസേനന്റെ ആയുധവും ആളുകളും വാഹനങ്ങളും നശിച്ചു. അവസാനം ചിത്രസേനൻ തോൽവി സമ്മതിച്ച് വിജയന്റെ മുന്നിലെത്തി പറഞ്ഞു, ഹേ അർജുന, യുദ്ധം നിർത്തുക. ഞാൻ ഭവാന്റെ സഖാവാണ്. അർജുനൻ വില്ലിൽ തൊടുത്ത അസ്ത്രം പിൻവലിച്ചു. മറ്റുള്ളവരും യുദ്ധം നിർത്തി. അർജുനൻ ചിത്രസേനോട് കുശലപ്രശ്നം നടത്തിയിട്ട് ചോദിച്ചു, എന്തിനാണ് ഭവാൻ കൗരവരെ തോൽപ്പിച്ച് ദുര്യോധനെയും മറ്റും ബന്ധിച്ചത്? ചിത്രസേനൻ മറുപടി പറഞ്ഞു, സുയോധനനും കൂട്ടുകാരും കാട്ടിൽ വന്നത് നിങ്ങളെയും പാഞ്ചാലിയെയും അപഹസിക്കുവാനാണ്. ഇവരുടെ മനോഹിതം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ദുര്യോധനെ ബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുചെല്ലണമെന്ന് എന്നോട് നിർദ്ദേശിച്ചു. അതനുസരിച്ചാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. അർജുനൻ മറുപടി പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ നീ തെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇവരെ മോചിപ്പിക്കണമെന്ന് ധർമ്മപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കത് നിറവേറ്റാതിരിക്കുവാൻ സാധ്യമല്ല. ഇവർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങൾ തമ്മിൽ എതിർക്കുമ്പോൾ ഞങ്ങളിൽ 5 പേർ 100 പേർ, അന്യൻ വന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ 105 പേരുകളാകും. ചിത്രസേനൻ ഇത് കണ്ട് പറഞ്ഞു, ദുഷ്ടന്മാരായ ഇവരുടെ ഹീനമായ ഉദ്ദേശം ധർമ്മപുത്രൻ അറിഞ്ഞു കാണില്ല. മധോന്മത്തരായ ദുര്യോധനൻ മോചനത്തിന് അർഹനല്ല. ഏതായാലും നമുക്ക് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹത്തോട് കാര്യമൊക്കെ പറയാം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാം. അവരെല്ലാവരും കൂടി യുധിഷ്ഠിരന്റെ അടുത്തെത്തി. ചിത്രസേനൻ അദ്ദേഹത്തോട് ദുര്യോധനന്റെ ദുഷ്ടവിചാരത്തെപ്പറ്റി പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമായി കരുതിയതേയില്ല. അദ്ദേഹം പറഞ്ഞു, ചിത്രസേന, ദുര്യോധനെ കെട്ടഴിച്ചു വിടൂ. ചിത്രസേനൻ എല്ലാവരെയും മോചിപ്പിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭാഗ്യം ഭാഗ്യം. നിങ്ങൾ സർവശക്തനായിരുന്നിട്ടും ദുര്യോധനെ കൊല്ലാതിരുന്നത് ഭാഗ്യം. കൗരവരെയെല്ലാം വിട്ടയച്ചതുകൊണ്ട് എൻ്റെ കുലത്തിന് നഷ്ടമില്ലാതെയായി. നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ദുര്യോധനാദികളെ കൊണ്ട് ഇനിമേൽ ഒരു ഉപദ്രവവും ഉണ്ടാകില്ലെന്ന് ഞാനിതാ പറയുന്നു. ഇത് ചെന്ന് ദേവേന്ദ്രനെ അറിയിക്കുകയും ചെയ്യുക. ചിത്രസേനനും ഗന്ധർവന്മാരും പാണ്ഡവരോട് യാത്ര പറഞ്ഞ് ഇന്ദ്രന്റെ അടുത്തെത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ വളരെ സന്തോഷിച്ചു. അമൃതം തളിച്ച് മരിച്ച ഗന്ധർവന്മാരെയെല്ലാം അദ്ദേഹം പുനർജീവിപ്പിച്ചു. ബന്ധവിമുക്തരായ ധാർത്തരാഷ്ട്രന്മാരും കൂട്ടുകാരും ലജ്ജിതരായി തലകുനിച്ച് നിൽക്കുകയായിരുന്നു. ധർമ്മപുത്രൻ ദുര്യോധനെ വിളിച്ച് അരികിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഉണ്ണി, വിഷമിക്കേണ്ട. മേലിൽ ഇപ്രകാരമുള്ള സാഹസത്തിന് ഒരുമ്പിടരുത്. സാഹസം പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും സുഖമുണ്ടാവുകയില്ല.
സമാധാനമായ ഹസ്തനപുരിയിലേക്ക് മടങ്ങിപ്പോവുക. തുടരും.